സാധാരണ ഈ കറി വൻപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ ചെറുപയറായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. നല്ല ചെറുപയറും പംകിനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു കിടിലൻ എരിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഓണത്തിന്റെ സമയത്ത് എടുത്തു വെച്ച വീഡിയോ ഉണ്ടോ, ചെറുപയർ എരിശ്ശേരി. ലെറ്റ്സ് ഗോ. ഞാനിവിടെ 1 കിലോ പംകിൻ എടുത്ത് തൊലിയൊക്കെ ഇതേപോലെ ചെത്തി കളഞ്ഞു. ആദ്യം നീളത്തിലരിഞ്ഞ് പിന്നെ ചെറിയ ക്യൂബുകളായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഒരു കുക്കറിലേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ച 1 കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച പംകിനിൽ നിന്ന് 1.5 കപ്പ് ഇട്ട് കൊടുക്കാം. ബാക്കി ഒരു ഫ്രീസർ ബാഗിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യാനുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളം ഒഴിച്ച് 3 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു അരപ്പുണ്ടാക്കാനായിട്ട് 2 പച്ചമുളകും 8-9 കുഞ്ഞുള്ളിയും 1 കപ്പ് ചിരകിയ തേങ്ങയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് ആ വെന്ത ചെറുപയറും പംകിനും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, പംകിനൊക്കെ അലിഞ്ഞ് ഇല്ലാണ്ടായി. ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ അരപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് താളിപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുകും കുറച്ച് വേപ്പിലയും 1/4 കപ്പ് ചിരകിയ തേങ്ങയും 4-5 കുഞ്ഞുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കുറച്ച് ഉപ്പും കൂടി ഇട്ട് മീഡിയം ഹീറ്റിൽ നല്ല ഗോൾഡൻ കളറാക്കി എടുക്കട്ടെ. അത് ഇതേപോലെ ഇരിക്കണം. ഇനി ഇത് നമ്മുടെ കറിയുടെ മേളിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ യോഗട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയുള്ള സംഭവം. ഞാൻ നല്ല പാലക്കാടൻ മട്ട റൈസിന്റെ കൂടെ ആണ് കഴിച്ചത്. ഈ ഒരു കറി മട്ട റൈസിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ചോറും ആ എരിശ്ശേരിയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ല ചൂടുണ്ട്. മൂക്കളോട്ടം. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ ഇട്ടോ. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.